ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ ഇന്ത്യക്കാരല്ലാതാവുന്നു. ഈ നിയമം പാസ്സായി വന്നാൽ ഇന്ത്യക്കാരുടെ കാര്യം പോക്കാണ് ഇവിടെ. അള്ളാഹു അക്ബർ എന്നാണ് അവർ പറഞ്ഞത്. എല്ലാവർക്കും ബാധിക്കാൻ പോകുന്ന ഒരു ആപത്തിൻ്റെ മുമ്പിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി. ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിലെ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ആൻറ്റി ഗാന്ധി ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, ഞാൻ ലക്ഷ്മി പത്മനാഭൻ. ഗാന്ധിഗിരിയിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യജ്ഞത്തിൻ്റെ തുടക്കമാണ് ഈ എപ്പിസോഡിലെ പ്രമേയം. പ്രിട്ടോറിയയിലെ പ്രധാനപ്പെട്ട മിഷൻ, അതായത് ദാദാ അബ്ദുള്ളയുടെ കേസ് വളരെ വിജയകരമായി പരിസമാപിച്ചതിന് ശേഷം മോഹൻദാസ് ഗാന്ധി നേപ്പാളിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവാനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു. ആ സമയത്ത് ദാദാ അബ്ദുള്ള അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അവിടെയുള്ള എല്ലാ ഗുജറാത്തികളും ബിസിനസ്സുകാരും എല്ലാ ഇന്ത്യക്കാരും തന്നെ ആ സമ്മേളനത്തിന് വന്നിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പത്രങ്ങളെടുത്ത് ഇങ്ങനെ അതിൽ കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് ഐറ്റം, ഒരു റിപ്പോർട്ട് മോഹൻദാസ് ഗാന്ധിയുടെ കണ്ണിൽപ്പെട്ടു. ഇന്ത്യൻ ഫ്രാഞ്ചൈസ് എന്ന ഒരു തലക്കെട്ടിന് താഴെ ഒരു ചെറിയ പാരഗ്രാഫ്. അത് വായിച്ചപ്പോൾ മനസ്സിലായത് അത് നേപ്പാളിലുള്ള ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തെ പറ്റി, അവിടുത്തെ അസംബ്ലിയിൽ ഉണ്ടായ ഒരു ചർച്ചയെ പറ്റിയാണ്. ഒരു ബില്ല് അവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുപ്രകാരം നേപ്പാളിലെ ഇന്ത്യക്കാർക്ക് ലെജിസ്ലേച്ചർ അസംബ്ലിയിലേക്ക് പ്രതിനിധികളെ ഇലക്ട് ചെയ്യാനുള്ള വോട്ടവകാശം നിഷേധിക്കാനുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലായി. അത് ഒരു ഷോക്കായിട്ട് മോഹൻദാസ് ഗാന്ധിക്ക് തോന്നി. അപ്പോൾ ദാദാ അബ്ദുള്ളയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാമോ എന്ന്. ദാദാ അബ്ദുള്ള പറഞ്ഞു, ഞങ്ങൾക്ക് എന്തറിയാനാണ്, ഞങ്ങളൊക്കെ നിരക്ഷരായിട്ടുള്ള ബിസിനസ്സുകാരാണ്. എന്തെങ്കിലും സാധനങ്ങളുടെ വിലയെ മറ്റ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ന്യൂസ് പേപ്പർ നോക്കാറുള്ളൂ. അല്ലാതെ ഈ നിയമപരമായ കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ല. ലെജിസ്ലേച്ചറിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല. ഇവിടുത്തെ നമ്മുടെ കണ്ണും കാതും ഒക്കെ യൂറോപ്യൻ വക്കീലുമാരാണ്, അല്ലാതെ വേറെ ആരും ഞങ്ങളെ ഗൈഡ് ചെയ്യാനില്ല. അപ്പോൾ മോഹൻദാസ് ഗാന്ധി ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരില്ലേ, യുവാക്കന്മാർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയുള്ളവർ, അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിച്ചൂടെ? അവരൊന്നും നമ്മളെ ശ്രദ്ധിക്കുകയില്ല. പിന്നെ വേറൊരു വാസ്തവം പറയുകയാണെങ്കിൽ നമ്മൾ അവരെയും അത്ര അടുപ്പിക്കാറില്ല. അവരൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളാണ്. അവരൊക്കെ ഈ വെള്ളക്കാർ പാതിരിമാരുടെ കൈപ്പിടിയിലാണ്. ഈ പാതിരിമാരാണെങ്കിൽ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സ്പോക്സ് പേഴ്സൺസാണ്, ഗവൺമെൻറ്റിൻ്റെ വക്താക്കളാണ്. അപ്പോൾ നമുക്കതിലൊരു സഹായവും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊരു റെവലേഷനായിരുന്നു മോഹൻദാസ് ഗാന്ധിക്ക്. ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ ഇന്ത്യക്കാരല്ലാതാവുമോ? അത് നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല. നമുക്ക് അവരെ തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. പിന്നെ ബില്ലിനെ പറ്റി കൂടുതലും മോഹൻദാസ് ഗാന്ധി അതിൻ്റെ അപകടത്തെപ്പറ്റി വാൺ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. ഈ നിയമം പാസ്സായി വന്നാൽ ഇന്ത്യക്കാരുടെ കാര്യം പോക്കാണ് ഇവിടെ എന്ന് ഉറപ്പിച്ചോളൂ. ഇത് നമ്മുടെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിയാണ് എന്ന് നമ്മൾ കരുതണം. വാസ്തവത്തിൽ അബ്ദുള്ള ഷെയ്ഖിന് ഈ വോട്ടവകാശത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഫാക്ട്സൊക്കെ അറിയാമായിരുന്നു. അതായത് നേപ്പാളിലത്തെ അപ്പോഴത്തെ റൂള് പ്രകാരം 21 വയസ്സ് മേലെയുള്ള ആളുകൾക്കും 50 പൗണ്ടിലേറെ വിലയുള്ള വസ്തു, അതായത് സ്ഥാവര അസറ്റ്സ് ഉള്ളവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. അതുപ്രകാരം കുറച്ച് ഇന്ത്യക്കാർ അതിന് എൻടൈറ്റിൽഡ് ആയിരുന്നു, അതിലേക്ക് റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാരി എസ്കോം എന്ന യൂറോപ്യൻ ഇംഗ്ലീഷുകാരൻ ദാദാ അബ്ദുള്ളയുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിരുന്നു, പഴയ അഡ്വൈസറായിരുന്നു. അദ്ദേഹം ഇലക്ഷന് നിന്നപ്പോൾ കുറേ ഇന്ത്യക്കാരെ വോട്ടേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഒരു പ്രാവശ്യം വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ എസ്കോമ്പിനെ വോട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇവരെ വോട്ടേഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദാദാ അബ്ദുള്ളയ്ക്ക് അറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ അവകാശം നിഷേധിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ കോൺവെർസേഷൻ കേട്ടു നിന്നിരുന്ന വേറൊരാൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയട്ടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഗാന്ധിബായി ഇപ്പോൾ പോകണ്ട, ഇന്ത്യയിലേക്ക് പോക്ക് മാറ്റിവെക്കൂ, 1 മാസത്തെങ്കിലും മാറ്റിവെക്കൂ, എന്നിട്ട് താങ്കൾ ഞങ്ങളെ ഉപദേശിക്കൂ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ എന്ത് സമരവും ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഇത് കേട്ടതും അവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കോറസായിട്ട് പറഞ്ഞു, അത് ശരിയാണ് അബ്ദുള്ള ഷേഖ്, നിങ്ങൾ ഗാന്ധിബായിയെ ഇവിടെ നിന്ന് വിടരുത്, ഗാന്ധിബായി ഇവിടെ നിൽക്കട്ടെ, നമ്മുടെ കൂടെ നിൽക്കട്ടെ. ദാദാ അബ്ദുള്ള പറഞ്ഞു, എനിക്ക് വിരോധമില്ല, നിങ്ങൾക്കും അദ്ദേഹത്തിനോട് അങ്ങനെ അഭ്യർത്ഥിക്കാം, നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം, പോകണ്ട, ഇവിടെ നിൽക്കൂ എന്ന്. പക്ഷേ അദ്ദേഹം ഒരു ബാരിസ്റ്ററാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീസ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ആര് ഉത്തരവാദിത്വമേൽക്കും എന്നുള്ളതായിരുന്നു ദാദാ അബ്ദുള്ളയുടെ സംശയം. അപ്പോൾ അത് കേട്ടപ്പോൾ മോഹൻദാസ് ഗാന്ധിക്ക് ചെറുതായിട്ട് ഒന്ന് ഞെട്ടി. ഫീസോ, ഈ പൊതുപ്രവർത്തനത്തിന് ഞാൻ ഫീസ് വാങ്ങില്ല, പക്ഷേ ഈ സമരം നടത്തുക എന്ന് വെച്ചാൽ, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക എന്ന് വെച്ചാൽ കുറച്ച് പൈസ ചിലവാകുള്ള കാര്യം തന്നെയാണ്. നമുക്ക് കൂടെ കത്തുകൾ എഴുതേണ്ടി വരും, ഗവൺമെൻറ്റിലേക്ക് ടെലഗ്രാംസ് അയക്കേണ്ടി വരും, പിന്നെ നിയമോപദേശത്തിന് നമുക്ക് ചിലപ്പോൾ യൂറോപ്യൻ വക്കീലുമാരുടെ സഹായം തേടേണ്ടി വരും, അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, പിന്നെ നിയമപുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും, പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരും. ഇതെല്ലാം തന്നെ പൈസ വേണ്ട കാര്യങ്ങളാണ്. പിന്നെ പൈസ കൊണ്ട് മാത്രം ആവില്ല, നമുക്ക് കുറേ പ്രവർത്തകരുടെയും ആവശ്യമുണ്ട്, കുറേ വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ കേട്ടു നിന്ന് അവരോട് എഗെയിൻ ഒരു കോറസായിട്ട് പറഞ്ഞു, അള്ളാഹു അക്ബർ എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹു മഹത്വമേറിയവനാണ്, അള്ളാഹു ദയാവാനാണ്. ഗാന്ധിബായി, നിങ്ങൾക്ക് എത്ര പൈസ വേണം, പൈസ വരും. നിങ്ങൾക്ക് എത്ര പ്രവർത്തകരെ വേണം, 1000 വേണോ 2000 വേണോ, എല്ലാവരും വരും. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മുടെ കൂടെ നിൽക്കും എന്ന ഒരൊറ്റ വാക്ക് നമ്മളെല്ലാവരും തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു എനർജി വന്നു. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി എല്ലാവരും തയ്യാറായി. ഒരു സമര പരിപാടിക്കായിട്ട് അവരുടെ മാനസികമായിട്ട് അവരെല്ലാവരും തയ്യാറായി. അപ്പോൾ ഈ ഒരു യാത്രയയപ്പ് മീറ്റിംഗ് വാസ്തവത്തിൽ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് മാതിരിയായി തീർന്നു. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് എ വർക്കിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിലായി. പക്ഷേ അതിൽ വളരെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു കാര്യം നിശ്ചയിച്ചു, നമുക്ക് ഇനി ആദ്യം ഇതിനായിട്ടൊരു യോഗം കൂടാമെന്ന്. അങ്ങനെ അത് പ്രകാരം പിന്നെ അബ്ദുള്ള ഷേഖിൻ്റെ വീട്ടിൽ വെച്ച് വേറെ ഒരു യോഗം കൂടി. അതിൽ പാർട്ടിസിപ്പേഷൻ പിന്നെയും കൂടുതലായിരുന്നു. ഒരുപാട് പേര് അതിൽ സംബന്ധിച്ചു. സുബാൻ ഗോഡ്ഫ്രേ എന്ന അവിടുത്തെ മിഷൻ സ്കൂളത്തെ പ്രിൻസിപ്പൽ, അദ്ദേഹം കുറേ ക്രിസ്ത്യൻ യുവാക്കളെ കൊണ്ടുവന്നു. അവരെല്ലാവരും ഇതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് വോളണ്ടിയേഴ്സായിട്ട് അവരുടെ സന്നദ്ധത പ്രകടിപ്പിച്ചു. അതുമാതിരി പാസി റുസ്തംജിയെ, മിയാ ഖാൻ മുതലായ വലിയ മെർച്ചൻ്റ് പ്രിൻസസ്, അവരും കുറേ പ്രമുഖരായ ബിസിനസ്സുകാരെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും തന്നെ ഈ കർമ്മ പരിപാടിയോട് വളരെ ഒരു ആവേശം ആണുണ്ടായത്. അവരും അവരുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അങ്ങനെ വാഗ്ദാനം ചെയ്തു. ഇൻഫാക്റ്റ് അവർക്ക് എല്ലാവർക്കും വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരുടെ ലൈഫിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തേക്കുള്ള ഒരു ക്ഷണം അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജിയിൽ അവർ വളരെ ആവേശഭരിതരായിരുന്നു. മാത്രമല്ല, ഈ ഒരു കോമൺ കോസ്, എല്ലാവർക്കും ബാധിക്കാൻ പോകുന്ന ഒരു ആപത്തിൻ്റെ മുമ്പിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി. അവർ തമ്മിലുള്ള ഹിന്ദു, മുസ്ലിം, തെലുങ്ക്, തമിഴ് മുതലായ എല്ലാവിധ വ്യത്യാസങ്ങളും അവർ മറന്ന് നമ്മുടെ ഭാരതമാതാവിൻ്റെ മക്കളായി, മദർ ഇന്ത്യയുടെ സൺസ് എന്നുള്ള നിലയ്ക്ക് അവർ പ്രവർത്തിക്കാൻ തയ്യാറായി. അപ്പോൾ ഈ ബില്ലിനെ എതിർക്കാൻ തന്നെ അവർ നിശ്ചയിച്ചു. ബില്ല് മിക്കവാറും പാസ്സാകും എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത. ബില്ലിനെ ആരും എതിർത്തിട്ടില്ല ഇതുവരെ എന്നത് തന്നെ അവരൊരു വാദം ആയിട്ടെടുത്തിട്ടുണ്ട്. അവരുടെ ആർഗ്യുമെൻ്റ്, ഈ ഇന്ത്യക്കാരെ, ഇവർക്ക് ഏഷ്യക്കാർ, ഇവർക്ക് ഒരു വിവരവും ഇല്ല, ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്, ആരും ഒന്നും എതിർത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളവർ എന്തിനാണ് നമ്മൾ വോട്ടവകാശം കൊടുക്കുന്നത്? അത് തന്നെ അവർക്ക് വോട്ടവകാശത്തിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് എന്നായിരുന്നു അവരുടെ ഒരു അസംഷൻ. ഈ ലെജിസ്ലേറ്റേഴ്സിൻ്റെ അസംഷൻ അതായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് പ്രതിഷേധം ഉണ്ട് എന്നവരെ അറിയിക്കലാണ്. അപ്പോൾ ഒരു ടെലിഗ്രാം
അസംബ്ലിയുടെ സ്പീക്കർക്ക് അയച്ചു, മോഹൻദാസ് ഗാന്ധി ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദി ഇന്ത്യൻസ്. അതായത് ലെജിസ്ലേച്ചറിൽ ഇതിൻ്റെ ഡിസ്കഷൻ നിർത്തിവെക്കണം, പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കോപ്പീസ് അറ്റോർണി ജനറൽ എസ്കോംബിനും അയച്ചു, പ്രൈം മിനിസ്റ്റർ റോബിൻസണും അയച്ചു. സ്പീക്കറുടെ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. സ്പീക്കർ 2 ദിവസത്തേക്ക് ഇതിൻ്റെ ചർച്ച നീട്ടിവെച്ചു. അപ്പോൾ റൗണ്ട് 1 ചെറിയൊരു സക്സസ് ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ ആക്ഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബാരിസ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരു പെറ്റീഷൻ അയച്ചു. ആ പെറ്റീഷനിൽ എത്ര ആളുകളുടെ സിഗ്നേച്ചേഴ്സ് കളക്ട് ചെയ്യാവോ അത്രയും ആളുകളുടെ സിഗ്നേച്ചേഴ്സ് കളക്ട് ചെയ്തു. അപ്പോൾ പിന്നെ അതിൻ്റെ കോപ്പീസ് എടുത്തു. കോപ്പീസൊക്കെ പത്രങ്ങൾക്ക് കൊടുത്തു, എല്ലാ അധികാരികൾക്കും അയച്ചു, പത്രത്തിനും കൊടുത്തു. ഈ പത്രത്തിനെ ഇൻഫോം ചെയ്യുക, ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മോഹൻദാസ് ഗാന്ധിയുടെ എല്ലാ പ്രവർത്തന പരിപാടികളിലും. അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻസ്, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വളരെ ഇഫക്റ്റീവായിട്ട് ഉള്ള ഒരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പത്രങ്ങളിൽ കൂടെ എത്രയും ആൾക്കാർക്ക് ഈ ന്യൂസ്, ഈ ഒരു അപകട സാധ്യത, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന അപകടം മനസ്സിലാക്കിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആക്ഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരു പെറ്റീഷൻ. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്തത് ഒരു മോൺസ്റ്റർ പെറ്റീഷൻ എഴുതിയുണ്ടാക്കി, ഒരു ഭീമഹർജി. കുറേ ആർട്ടിക്കിൾസും പാരഗ്രാഫ്സും പേജസും ഉള്ള ഒരു ഉഗ്രൻ ഹർജി എഴുതിയുണ്ടാക്കി. ഇതൊക്കെ എഴുതിയുണ്ടാക്കാനുള്ള കഴിവ് ഒരു പ്രത്യേകം തന്നെയായിരുന്നു ബാരിസ്റ്റർ ഗാന്ധിയുടേത്. അത് എഴുതിയിട്ട് ഓവർ ദ ഹെഡ് ഓഫ് ദി നെറ്റാൾ അതോറിറ്റീസ് ആണ് അങ്ങ് നേരെ ബ്രിട്ടനിലേക്ക്, ലണ്ടനിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ദ കോളനീസ് ലേക്ക് അയച്ചു കൊടുത്തു. നമ്മൾ ഈ ആക്ഷൻ, സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന എന്ത് പരിപാടിയും ഓഫ് എ പൊളിറ്റിക്കൽ നേച്ചർ ഉള്ളതിൻ്റെ ഒക്കെയും ഒരു ഇമ്പാക്റ്റ് അങ്ങ് ഇംഗ്ലണ്ടിലുണ്ട്. ബിക്കോസ് അതാണ് എംപയറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലും ഉണ്ടാകും. ഇന്ത്യയും അപ്പോൾ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകൂടമാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ വൈസ്രോയിക്കും അതിൻ്റെ ഒരു കോപ്പി അയച്ചു, ഈ മോൺസ്റ്റർ പെറ്റീഷൻ്റെ. പിന്നെ അതും അല്ലാതെ മോഹൻദാസ് ഗാന്ധി ഒരു ഓപ്പൺ ലെറ്റർ എഴുതി ഇൻ ഹിസ് ഓൺ നെയിം, മറ്റേ ഓൺ ബിഹാഫ് ഓഫ് ഒന്നും അല്ലാണ്ട് തൻ്റെ ഓൺ ആയിട്ട് ഒരു ഓപ്പൺ ലെറ്റർ ടു ഓൾ ദ ലെജിസ്ലേറ്റേഴ്സ്, എല്ലാ മെമ്പേഴ്സ് ഓഫ് ദി നെറ്റാൾ പാർലമെൻറ്റിലേക്കും ഒരു തുറന്ന കത്ത് എഴുതി. ആ തുറന്ന കത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാർ അർഹരാണ് എന്നുള്ളതാണ്. ഇന്ത്യക്കാർക്ക് ഒന്നാമത് അവർക്ക് കുറച്ച് വോട്ടവകാശത്തിൻ്റെ ഒരു അനുഭവം അവർക്കുണ്ട്. പിന്നെ അവരൊരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ അവകാശികളാണ്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മോഹൻദാസ് ഗാന്ധി ഒരുപാട് പേരുടെ പ്രസ്താവനകൾ അതിൽ കൊട്ടേഷൻസ് ആയിട്ട് കൊടുത്തു. അതായത് യൂറോപ്യൻ തിങ്കേഴ്സ് ലൈക്ക് മാക്സ് മുള്ളർ, ഷോപ്പൻഹോവർ മുതലായവരുടെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ, അത് ഇന്ത്യക്കാർ എത്ര ഉന്നതരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ എല്ലാം പ്രസ്താവനകൾ കോട്ട് ചെയ്തിട്ട് എല്ലാവർക്കും, എല്ലാ ലെജിസ്ലേറ്റേഴ്സിനും ഒരു ഓപ്പൺ ലെറ്റർ അയച്ചു. പിന്നെ അതിൽ ഉന്നയിച്ച വേറൊരു വാദം, ഇതിനൊക്കെക്കാട്ടിലും മറികടക്കാനുള്ളൊരു വാദമായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ ഒരു മെമ്പർ ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ്. 1892 ഇലക്ഷൻ സമയത്ത് നോർത്ത് ലണ്ടനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ലിബറൽ പാർട്ടിയുടെ ടിക്കറ്റ് കൊടുത്തത് ദാദാഭായ് നവറോജി എന്ന ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ ബിസിനസ്മാനാണ്, ഇന്ത്യൻ തിങ്കറാണ്, റൈറ്ററാണ് ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ മെമ്പറാവാനുള്ള യോഗ്യത ആണ് ബ്രിട്ടീഷ് പബ്ലിക്ക് തന്നെയും കൊടുത്തത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനും ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ്റും ഇംഗ്ലീഷ്മെനും കൂടി അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ മെമ്പറാവാനുള്ള അവകാശമാണ്. ഹി വാസ് വോട്ടഡ് ടു ദി പാർലമെൻറ്റ് ഓഫ് ബ്രിട്ടൻ. അപ്പോൾ അത്രയും യോഗ്യതയുള്ള ആൾക്കാരുടെ കൂടപ്പുറപ്പുകളാണ് ഞങ്ങൾ ഇന്ത്യക്കാർ, സൗത്ത് ആഫ്രിക്കയിലുള്ളവർ. അപ്പോൾ ഞങ്ങൾക്കിതിന് അവകാശമില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു ഫാക്റ്റ്, അതായത് ദാദാഭായ് നവറോജിയുടെ മെമ്പർഷിപ്പ് ഇൻ ദ ഹൗസ് ഓഫ് കോമൺസ് ഒരു ബോംബ് ആയിരുന്നു വാസ്തവത്തിൽ.
പക്ഷേ അത് രണ്ട് വിധത്തിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത്. ഇന്ത്യക്കാർക്ക് അത് വളരെ ആവേശം നൽകി. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന്. ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ എന്തൊക്കെ സംഭവം നടന്നാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർക്ക് അറിയില്ല. ആകെ ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ ന്യൂസ് പേപ്പേഴ്സ് മാത്രമാണ്. അതും വളരെ പെട്ടെന്ന് ന്യൂസ് അറിയിക്കാനും മറ്റുമുള്ള മാർഗ്ഗമില്ല. പിന്നെ പൊതുവേ ഉള്ള ആൾക്കാർ വല്ലാതെ അങ്ങനെ ജനറലായിട്ടുള്ള ന്യൂസും വായിക്കുന്ന ഒരു ഹാബിറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവേ ഈ കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ മോഹൻദാസ് ഗാന്ധി അത് എടുത്തു പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അതൊരു ആവേശമായി. ഇത്രയും വലിയൊരു കാര്യം അവിടെ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുണ്ട്, നമ്മുടെ ഒരാൾ അവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ മെമ്പറാണ്. അപ്പോൾ അവർക്ക് അങ്ങ് വളരെ ഒരു ത്രില്ലായി അതിനെ ആലോചിച്ചിട്ട്. അതേസമയം മറുപക്ഷത്തിന് യൂറോപ്യൻസിന് അത് വേറൊരു ചിന്തയ്ക്കാണ് ഇടവെച്ചത്. ആ ചിന്ത എങ്ങനെയാണ്? ഇപ്പോൾ ഈ ദാദാഭായ് നവറോജി അവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെയുള്ള ഇവന്മാർക്ക് നമ്മൾ വോട്ടവകാശം കൊടുത്താൽ ഇവിടെ എത്ര ദാദാഭായിമാർ വരും? പിന്നെ നമ്മുടെ ലെജിസ്ലേച്ചർ മുഴുവൻ ഇവന്മാരല്ലേ വന്നിരിക്കുക. ഇതൊരു വലിയ അപകടമാണ്. അപ്പോൾ അത് അവരൊരു താക്കീതായിട്ട് അവർക്ക് തോന്നി. വാസ്തവത്തിൽ ഈ മിസൈൽ ബാരിസ്റ്റർ ഗാന്ധി ഉപയോഗിച്ച മിസൈൽ കുറച്ചൊരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാനൊരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു. എങ്കിലും അത് ഇന്ത്യക്കാരിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ പോസിറ്റീവായിരുന്നു. അങ്ങനെ ഒരിത്. പിന്നെ ഒരു മെഷർ അദ്ദേഹം എടുത്തത് എന്തെന്ന് വെച്ചാൽ ഓപ്പൺ ലെറ്റർ എഴുതി, പിന്നെ ഒരു പാംഫ്ലെറ്റ് എഴുതി. ഇന്ത്യൻ ഫ്രാഞ്ചൈസ് എൻ അപ്പീൽ ടു എവറി ബ്രിട്ടൻ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന്. സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ ബ്രിട്ടീഷുകാരനും ഇത് വായിക്കണം എന്നുള്ള നിലയ്ക്ക്. എല്ലാറ്റിലും തീം ഒന്നാണ്, എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് വോട്ടവകാശം വേണമെന്നുള്ളത്. ആ വോട്ടവകാശം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് അതിനെക്കൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത്. അപ്പം ഇന്ത്യക്കാരെയും ഈക്വലായിട്ട് കണക്കാക്കണം, യൂറോപ്യൻസിൻ്റെ മാതിരി തന്നെ കണക്കാക്കണം. പിന്നെ ഈ ഇതിൽ ഒരു ചെറുതായിട്ടൊരു നെഗറ്റിവിറ്റി വന്നത് ഒരു സ്റ്റേജിൽ മോഹൻദാസ് ഗാന്ധി പറയുന്നുണ്ട്, ഇന്ത്യക്കാരെ നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ കാഫീഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തണം. കാഫീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേറ്റീവ് ആഫ്രിക്കൻസ്, കറുത്ത വർഗ്ഗക്കാർ. അപ്പോൾ അവർ കുറച്ച് അലസരും വലിയ അറിവില്ലാത്ത ആൾക്കാരൊക്കെയാണ്. അത് മാതിരിയല്ല ഞങ്ങൾ ഇന്ത്യക്കാർ, ഞങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പാരമ്പര്യവും കാര്യങ്ങളുണ്ട്, നമുക്ക് ഈ വോട്ടിനും മറ്റുമുള്ള അവകാശം കുറച്ച് കൂടുതലാണ് എന്നൊരു സെൻറ്റൻസ് മോഹൻദാസ് ഗാന്ധി ഒരു സ്റ്റേജിൽ പറയുന്നത്. അത് വളരെ ഒരു ക്രിറ്റിസിസത്തിന് വഴിതെളിച്ചിട്ട് പിന്നീട് ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ആൻറ്റി ഗാന്ധി ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഈ ആദ്യത്തെ മോഹൻദാസ് ഗാന്ധിയുടെ ഒപ്പീനിയൻ ഓഫ് നേറ്റീവ് ആഫ്രിക്കൻസ്. പക്ഷേ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്, മോഹൻദാസ് ഗാന്ധി ഈ ഒരു വാചകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ ഒരു 25-26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറുപ്പം, കാര്യങ്ങൾ മുഴുവനെ മനസ്സിലാക്കാനും വലിയൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. പിന്നെ ആ ഒരു സമയത്ത് അദ്ദേഹം ഇന്ത്യക്കാരുടെ ഒരു വക്താവായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരുടെ കോസ് പ്രബലമാക്കാൻ വേണ്ടി അദ്ദേഹം പല വാദങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം ഒരു വക്കീലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മ വയ്ക്കണം. അപ്പോൾ എല്ലാ ആർഗ്യുമെൻസും അവർ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റും ഇൻ ഫേവർ ഓഫ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഈ അഭിപ്രായം, സൗത്ത് ആഫ്രിക്കൻസിനെ പറ്റിയുള്ള ഈ അഭിപ്രായം അദ്ദേഹം പിന്നീട് തിരുത്തുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എനിവേ, അതിൻ്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്കതിനെപ്പറ്റി ഡീൽ ചെയ്യാം. ഇപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ബിൽ ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ചു, അത് പാസ്സാവാതിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. എന്തെന്നാൽ എല്ലാ മെമ്പേഴ്സും ഈ വെള്ളത്തൊലിയന്മാരാണ്. അവർക്ക് അവരുടെ കാര്യമല്ലേ കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവരുടെ ഈ ഒബ്ജക്ഷനെയൊക്കെ ഡിസ്കസ് ചെയ്തുവെങ്കിലും ബില്ല് പാസ്സാക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ വേറൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു വലിയ യൂണിറ്റി ഉണ്ടായി. യുണൈറ്റഡ് ആക്ഷൻ പോസിബിളാണെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാവരും ചേർന്നൊന്ന് സംഘടിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു മാസത്തേക്കുള്ള നാട്ടിലേക്ക് പോക്ക് നീട്ടുക എന്നുള്ളതൊന്നും മാറ്റം വരുത്തേണ്ടി വന്നു. എന്തെന്നാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ഈ വലിയൊരു പ്രശ്നം, അതിൻ്റെ
പല ഡീറ്റെയിൽസ്, അതിൻ്റെ പല റാമിഫിക്കേഷൻസ്, ഇതൊക്കെയും മോഹൻദാസ് ഗാന്ധി നെറ്റാളിൽ തന്നെ തുടരണം എന്നുള്ള ഒരു ദിശയിലേക്കാണ് കാര്യങ്ങളെ നയിച്ചത്. അപ്പോൾ ഇനി ഇവിടെ ഒരു വീട് എടുത്ത് ഇവിടെ തന്നെ താമസിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് മോഹൻദാസ് ഗാന്ധിക്ക് ഉണ്ടായത്. എന്നാലേ കാര്യങ്ങൾ നടത്തുള്ളൂ. അപ്പോൾ ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല വീട് വയ്ക്കണം, ഒരു പ്രൗഢമായ ഒരു വീട്, കുറച്ച് വലിപ്പത്തിലും നല്ല ഒരു ലൊക്കാലിറ്റിയിൽ. എന്തിനാണ് ഇതൊക്കെയെന്ന് ചോദിച്ചാൽ, അഗെയിൻ കമ്മ്യൂണിക്കേഷന്. വാട്ട് ഡിഡ് മോഹൻദാസ് ഗാന്ധി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്? അതായത് ഇമേജ് ഓഫ് ദി ഇന്ത്യൻസ്, അവിടെയുള്ള ഇന്ത്യക്കാരുടെ പ്രൊഫൈൽ, അവരുടെ പ്രതിച്ഛായ ഉയരണം. അപ്പോൾ താൻ ഒരു ബാരിസ്റ്റർ എന്ന പദവി ഉള്ളയാൾ, താൻ ഈ ഇന്ത്യക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഇന്ത്യക്കാരുടെ ഒരു സ്പോക്സ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഒരാൾ താമസിക്കേണ്ട സ്ഥലത്തിന് ഒരു പ്രൗഢി അത്യാവശ്യമാണ്. യൂറോപ്യൻസിന് തുല്യമായ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കണം, കുറച്ച് സ്പേഷ്യസ് ആയിട്ടൊരു സ്ഥലം തന്നെ വേണം എന്നൊക്കെ മോഹൻദാസ് ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയവും അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ യോഗത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനും പൈസ അത്യാവശ്യമാണ്. അപ്പോൾ ആ പൈസ എങ്ങനെ വരും? അതും വളരെ ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് ലീഗൽ പ്രാക്ടീസിനുള്ള പൈസ തരുമല്ലോ, ഒരു കൊല്ലത്തേക്കുള്ള നിങ്ങളുടെ പലതരം ലീഗൽ വർക്കിനായിട്ട് ഉള്ള എമൗണ്ട് നിങ്ങൾ ഒരൊറ്റ തുകയായിട്ട് എനിക്കിപ്പോൾ തരണം. അതായത് ഒരു 300 പൗണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. ഇതുമാതിരിയുള്ള ഒരു വീട് സംഘടിപ്പിക്കാനും അതിലിങ്ങനെ ഹൗസ് ഹോൾഡ് സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അത്രയും പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പലതരം ലീഗൽ സർവീസസ് തരുന്നുണ്ടായിരിക്കും ഈ ഒരു കൊല്ലത്തിലേക്ക്. അതിനെല്ലാറ്റിനും ചേർത്തിയിട്ടുള്ള ഫീസ് നിങ്ങൾ ആദ്യമേ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീടെല്ലാം എടുത്ത് നമുക്ക് വളരെ കാര്യക്ഷമമായി തന്നെ നമ്മുടെ ഈ പരിപാടി, ഈ സമര പരിപാടി, പ്രൊട്ടസ്റ്റും നമ്മുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ഈ യജ്ഞവും എല്ലാം തുടരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിരുന്ന അവർക്കെല്ലാവർക്കും അതിൽ വളരെ തൃപ്തിയായി, വളരെ കൺവിക്ഷനായി. അതിലൊരു 20 മെർച്ചൻസ്, 20 ട്രേഡേഴ്സ് തയ്യാറായി ആ പണം അവർ സംഘടിപ്പിച്ച് മോഹൻദാസ് ഗാന്ധിക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, നെത്താളിലെ സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആകണം. സുപ്രീം കോർട്ടിലെ ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിഷൻ, ലൈസൻസ് വാങ്ങേണ്ടതുണ്ട്. അത് വേറെ ഒരു കടമ്പയാണ്. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു സുപ്രീം കോർട്ടിൽ. അതിനും വലിയ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായി. അവിടുത്തെ ലോ സൊസൈറ്റിയിലത്തെ ആളുകൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഓപ്പണായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല ഈ കറുത്തവർഗ്ഗക്കാരനെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അപ്പോൾ അവർ ചില ടെക്നിക്കാലിറ്റീസ്, ഒരു ടെക്നിക്കൽ ഒബ്ജക്ഷൻ അവർ റേസ് ചെയ്തു. ഒബ്ജക്ഷൻ എന്താ റേസ് ചെയ്യുന്നത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ ഒറിജിനൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ല എന്ന്. അതായത് ഒറിജിനലി ഇന്നർ ടെമ്പിളിൽ നിന്ന് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യാൻ പാടില്ല, ഈ ആപ്ലിക്കേഷൻ സുപ്രീം കോർട്ടിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ലോ സൊസൈറ്റിയുടെ അഭിപ്രായം. പക്ഷേ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഗ്ലോറി ബി ടു ഹിം എന്നേ പറയുന്നത്, അദ്ദേഹം അസന്ദിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു, ബാരിസ്റ്റർ ഗാന്ധിയെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ ഉള്ള അവകാശം ഈ കോടതിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഈ കോടതി, നമ്മുടെ നിയമം കറുത്തവർഗ്ഗക്കാരെയും വെളുത്തവർഗ്ഗക്കാരെയും അങ്ങനെ വേർതിരിക്കുന്നില്ല, നിയമം ഒന്നാണ് എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിനെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ടേക്ക് യുവർ ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞു, നിങ്ങൾ സത്യവാചകം ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. മോഹൻദാസ് ഗാന്ധി എഴുന്നേറ്റ് നിന്ന് സത്യവാചകം ചൊല്ലി. അത് കഴിഞ്ഞതും സുപ്രീം കോർട്ട് ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, നൗ യു റിമൂവ് യുവർ ടർബൻ. അദ്ദേഹം നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ടർബൻ്റെ ഒരു കോൺട്രവേഴ്സി. ടർബൻ നിങ്ങൾ അഴിക്കണം, എന്തെന്നാൽ ഇവിടുത്തെ നമുക്ക് ബാരിസ്റ്റർ, മറ്റുള്ള സുപ്രീം കോർട്ടിലെ ബാരിസ്റ്റേഴ്സിന് എന്തൊക്കെ വേഷവിധാനം വേണമെന്നുള്ള ഒരു കോഡുണ്ട്, ഒരു നിയമസംഹിതയുണ്ട്, അതിന് നിങ്ങൾ വിധേയരായിരിക്കണം.
അപ്പോൾ അത് കേട്ടത് മോഹൻദാസ് ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടായില്ല. അദ്ദേഹം ഉടനെ തലപ്പാവ് ഊരി. അതാണ് ആ സമയത്ത് ഏറ്റവും വിവേകപൂർണമായ ഒരു ആക്ഷൻ എന്ന കൺവിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദാദാ അബ്ദുള്ളയ്ക്കും അവർക്കും ചെറുതായിട്ടൊരു വിഷമമുണ്ടായതിൽ ഈ ഒരു അനുസരണം US ഒബീഡിയൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഉടനെ തിറപ്പൻ അയക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞതെന്ന് വിപരീതമല്ലേ എന്നവർക്കൊരു വിചാരമുണ്ടായിരുന്നു. ഇതൊരു തരം സറണ്ടർ അല്ലേ എന്നൊക്കെ. പക്ഷേ മോഹൻദാസ് ഗാന്ധിയുടെ മെച്യൂരിറ്റിയാണ് അതിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ്. ഏത് സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഉറച്ചു നിൽക്കണം, തീരെ മാറാതെ നിൽക്കണം. ഏത് സന്ദർഭത്തിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം, കുറച്ച് മാറി ചിന്തിക്കാൻ തയ്യാറാകണം. ഇതിനെപ്പറ്റിയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് ഒരു ലീഡറുടെ ഉണ്ടാവേണ്ട വലിയ കഴിവ്. ആ ഒരു കഴിവ് ബാരിസ്റ്റർ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. സമവായത്തിൻ്റെ സൗന്ദര്യം എന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാവുക. നമ്മൾ ഒരു നെഗോസിയേഷൻ നടക്കുമ്പോൾ രണ്ടുപേർക്കും ഗുണകരമായ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകണം. അതാണ്. അപ്പോൾ മോഹൻദാസ് ഗാന്ധി എന്തുകൊണ്ട് അതിന് സെറ്റിലായി എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഒരു പോയിൻ്റ് ഓഫ് ഡിസ്പ്യൂട്ടാണ്. ടർബൻ ധരിക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് ഇനി ഒരുപാട് ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ എനർജീസ് ഞാൻ ആ ബാറ്റിൽസ്ക്കായിട്ട് എടുത്ത് വെക്കട്ടെ. ഈ ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ പിടിച്ചു നിന്നാൽ നമ്മുടെ വലിയ കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് വലിയൊരു കാര്യം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിഷനാണ് അദ്ദേഹം തന്നിരിക്കുന്നത്, ചീഫ് ജസ്റ്റിസ് തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ കാര്യം, ഒരു മാറ്റർ ഓഫ് അറ്റയർ, ഇത് ഞാൻ കേൾക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ വിധത്തിലും അവിടെ എസ്റ്റാബ്ലിഷായി. ഇനി അടുത്ത ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ സമരപരിപാടികൾ കൊണ്ട് നടക്കുന്നതിനായിട്ട് നമുക്കൊരു ഓർഗനൈസ്ഡ് ബോഡിയുടെ ആവശ്യമുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാതിരി ഒരു ഇത് ആവശ്യമുണ്ട്, ഒരു സംഘടനയുടെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അതാണ് നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന ഒരു സംഘടനയുടെ രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരിൻ്റെ അറ്റത്ത് ഈ കോൺഗ്രസ് എന്നുള്ളൊരു വാലുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ഓൾറെഡി 1885 A.O. ഹ്യൂം എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഈ കോൺഗ്രസ് എന്നുള്ള വാക്ക് ബ്രിട്ടനിൽ അത്ര പോപ്പുലർ അല്ല, പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടി വാസ് ഓൾവേസ് ആൻറ്റി ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കേട്ടുകൂടാൻ പാടാത്തൊരു വേർഡാണ് ഈ കോൺഗ്രസ് എന്നുള്ളത്. പക്ഷേ ബാരിസ്റ്റർ ഗാന്ധി പ്രത്യേകമായിട്ടും ആ വാക്ക് ഇതിൽ കൊണ്ടുവന്നു. എന്തെന്നാൽ അദ്ദേഹത്തിന് ഈ വാക്ക് സൗത്ത് ആഫ്രിക്കയിൽ വളരെ ജനപ്രിയമാകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ NIC വാസ് ഫോംഡ്, നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ അപ്പോഴത്തെ മാനേജർ ഹാജി അബ്ദുള്ള എന്നുള്ള അദ്ദേഹത്തെ നിശ്ചയിച്ചു. പിന്നെ മോഹൻദാസ് ഗാന്ധി, ബാരിസ്റ്റർ ഗാന്ധി അതിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കാൻ നിശ്ചയിച്ചു. അതിൻ്റെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യം സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. പിന്നെ കൊളോണിയൽ ബോൺ ഇന്ത്യൻസ്, അവിടെ തന്നെ ജനിച്ചു വളർന്ന ആളുകളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക. അവർക്കായിട്ട് ഒരു എഡ്യൂക്കേഷണൽ അസോസിയേഷനും ഫോം ചെയ്തു. പിന്നെ ഇന്ത്യൻ സാഹിത്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക സൗത്ത് ആഫ്രിക്കയിൽ, അതും ഒരു എയിമായിരുന്നു. അതിനേക്കാട്ടിലും വളരെ നോവൽ, വളരെ നൂതനമായ ഒരാശയം സൗത്ത് ആഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരും യൂറോപ്യൻസും തമ്മിലുള്ള സൗഹൃദം വളർത്തുക. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ മോഹൻദാസ് ഗാന്ധിയുടെ കൈകൾ കാണുന്നത്. ഇമാതിരി എപ്പോഴും സൗഹൃദത്തിൻ്റെയും ഹാർമണിയുടെയും രീതിയിലേ അദ്ദേഹം ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഒപ്പോസ് ചെയ്യേണ്ടി വരിക, എതിർക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന റോള്. അങ്ങനെ എതിർക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും ഒരു ഹാർമണിയുടെ രീതിയിലേ ആലോചിച്ചിരുന്നുള്ളൂ. അപ്പോൾ യൂറോപ്യൻസും ഇന്ത്യക്കാരും ചേർന്ന് ജീവിക്കേണ്ട സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. അവർ ചേർന്ന് ഭരിക്കണം, ചേർന്ന് ആ സ്ഥലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇൻഡെൻജേർഡ് ലേബറേഴ്സും അതിൽ വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ. വേറൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സൗത്ത് ആഫ്രിക്കൻ ഇഷ്യൂ, അതായത് സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ഈ പ്രശ്നങ്ങളെപ്പറ്റി ലോകത്തെ അറിയിക്കുക, ഒരു ലോബിയിങ് ഫോർ ദിസ് കോസ് എന്നുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയിലുള്ള യൂറോപ്യൻസ്, പിന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് അതോറിറ്റീസും, പിന്നെ ബ്രിട്ടനിലുള്ള ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷ് അതോറിറ്റീസ്, അതായത് ബ്രിട്ടീഷ് എംപയറിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സൗത്ത് ആഫ്രിക്കയിൽ അവർക്ക് ഉണ്ടാകുന്ന വലിയ ഇഷ്യൂസിനെ പറ്റി ഇവരെല്ലാവരും അറിഞ്ഞിരിക്കണം. അവരെല്ലാവരും ചേർന്നാണ് ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. നിത്താളിൽ തന്നെ കുറേ കൊല്ലങ്ങൾ തുടരണം എന്നുള്ള ഒരു നിശ്ചയത്തിൽ മോഹൻദാസ് ഗാന്ധി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ആ വഴിക്കുള്ള പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ഹൗസ് ഹോൾഡ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഹൗസ് ഹോൾഡിനെ പറ്റിയും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളെയും പറ്റിയാണ് അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. താങ്ക് യു.